ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് രാത്രിയിലത്തേക്ക് എന്തുണ്ടാക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ ഇച്ചിരി ഉമ്മ ഉണ്ടാക്കി കൊടുക്കാം, ഏട്ടന് മാത്രം മതി. ഞാനാണ് ഉച്ചയ്ക്ക് ബാക്കിയുണ്ടായിരുന്നു ഉച്ചക്കലത്തെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരാൾക്കുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി നോക്കുമ്പോൾ മുളകില്ല. അങ്ങനെ ഞാൻ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മുളക് പറിക്കാനായിട്ട് പോയി. ഇരുട്ടത്ത് ടോർച്ചും എടുത്ത് നമ്മുടെ മുറ്റത്തിങ്ങനെ അത്യാവശ്യം പച്ചക്കറികളാണ് കാണുന്നത്. അതിനകത്ത് നിന്ന് മുളക് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഉപ്പുമാവ് ശരിയാക്കാമല്ലോ എന്ന് കരുതി. അതാണ് പൂപ്പി കിടന്ന് കരയുന്നത്. അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് യഥാക്രമം കടുക്, ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കടുക് ഒരു 1/2 സ്പൂണോളം ചേർക്കുക. അതൊന്ന് പൊട്ടി വരുന്നത് അതിൽ നമുക്ക് യഥാക്രമം ചെറിയ ഉള്ളി അരിഞ്ഞത്, അതോടൊപ്പം കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് മൂത്ത് വരുമ്പോൾ സവാള, ഒരു വലിയ സവാളയാണ് ഞാൻ അരിഞ്ഞത്, ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിക്ക് സവാള പറഞ്ഞല്ലോ, ഒരു വലിയ സവാള ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇഞ്ചി 2 സ്പൂൺ. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് എരിവുള്ള പച്ചമുളകാണ് നമ്മുടേത്. അപ്പോൾ ഒരു 3 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. എന്നിട്ട് അത് പൊട്ടുകടലയാണ്, അതായത് പരിപ്പ്, കടലപ്പരിപ്പ്, വറുത്ത കടലപ്പരിപ്പ് ഒരു കൈയോളം, ഒരു പിടിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നു. അതും കൂടെ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സായി വരുമ്പോൾ, നല്ലപോലെ ഒന്ന് കുക്കായി വരുമ്പോൾ ചേരാത്ത ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് തക്കാലം ഒഴിക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം ഒരുപാട് ഒഴിച്ച് പിന്നെ അത് കൂടിപ്പോയി മനുഷ്യനൊക്കെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം അത്ര ഉപ്പിലിരിക്കട്ടെ. എന്നിട്ട് പിന്നെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഞാൻ 2 പാത്രത്തിൽ പൊടി, 2 ബൗൾ പൊടി എടുക്കുന്നതിന് 4 ബൗൾ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുക. 1, 2, 3, 4 തികയാത്തോണ്ട് ഇച്ചിരി കൂടെ എടുത്തത് 4 തികച്ച് നമ്മൾ ഒഴിക്കുക. അതൊരു കണക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വറുത്ത റവയാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. അപ്പം 2 ബൗൾ, ഇപ്പോൾ ഈ ചേർത്ത ബൗളിൽ തന്നെ 2 ബൗൾ പൊടിയാണ് നമ്മളിതിന് ചേർക്കുന്നത്. അപ്പം 4 ബൗൾ വെള്ളമാണ് ഒരു ബൗൾ, 2 ബൗളാണ്. 2 കപ്പ് റവയാണ് നമ്മൾ ചേർക്കുന്നത്. 1 ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. അടി പിടിക്കാത്ത ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ ഒരുപാടിട്ട് ഇളക്കണമെന്നില്ല. നമ്മളൊന്ന് അനക്കി ആ വെള്ളം, ആ കൊടുത്ത അളവിലെ വെള്ളം കറക്റ്റായിരിക്കും. അത് നമ്മൾ കുറച്ചെല്ലാം കൂടെ ഒന്നിച്ച് തിളച്ച് ഒരുവിധം വെന്തെന്ന് കാണുമ്പോൾ, ഒരു വേവാകുമ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചാലും പിന്നെ എടുക്കുമ്പോൾ നല്ല മൃദുവായി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി നെയ്യ്, കാരണം ഒരുപാട് നെയ്യ് ചേർക്കേണ്ടാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആദ്യം ചേർത്തിട്ട് പുറത്തോടെ 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. വേണമെങ്കിൽ തേങ്ങ തിരുമ്മിയതുമൊക്കെ ചേർക്കാം, ടേസ്റ്റ് കൂടാൻ വേണ്ടി. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല. നെയ്യ് അതിൽ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച്, നമ്മുടെ
പാചകം ഒരുവിധം തീർന്നു. ഇത്രയേ ഉള്ളൂ. ഉപ്പുമാവ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ ഇതിനേക്കാളൊക്കെ നല്ല രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായാലും യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.